സാധാരണ പൗരന്മാരിൽ നിന്ന് വിശേഷ പ്രത്യേക അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നും മാധ്യമപ്രവർത്തകർക്കില്ല. മാധ്യമപ്രവർത്തകരായിട്ട് നമുക്കറിയാം. പക്ഷേ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നു, ഈ അധികാരികളുമായിട്ട് സംസാരിക്കുന്നു, എന്നിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു അവകാശമൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് സോഷ്യൽ മീഡിയ പോലും ആക്ഷേപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചാണകത്തലയൻ എന്നാണ് വിളിക്കുന്നത്. മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ. എക്സിക്യൂട്ടീവ് എഡിറ്ററുടെ പേരെന്താ? ജിമ്മി ജെയിംസ്. സാർ ശ്രദ്ധിച്ചിരുന്നത്. അതുകൂടാതെ ഈ പറയുന്ന പല മാധ്യമ പ്രവർത്തകരും ഇപ്പൊ ചെയ്യുന്നത് ഡെസ്കിന്റെ നിർദ്ദേശം അനുസരിച്ച് എന്തോ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പല പുതിയ ചാനലുകളും വന്നപ്പോൾ അവരിപ്പോൾ ഈ പഴയതുപോലെ റിപ്പോർട്ടിങ്ങിലല്ല, ഡെസ്കിലിരുന്നു കൊണ്ട് വാർത്ത അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. അതിൽ പല ആളുകളുടെയും അറിവില്ലായ്മ വ്യക്തമാക്കപ്പെടുകയാണ്. ഇവിടെ FCRAയുമായി ബന്ധപ്പെട്ട്, അതിനുശേഷം ഈ പറയുന്ന വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളിൽ യാതൊരു വ്യക്തതയുമില്ല, അറിവുമില്ല. ശരിക്കും ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആകുകയാണ്. ഇവിടെ ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന ഒരു കൂട്ടർക്ക് ഒരു കാലത്ത്, ഇപ്പോൾ ഒരു MA ഒന്നും ഇല്ലാത്ത ഒരു മാധ്യമപ്രവർത്തനം ഇല്ല. ഇപ്പോൾ സാറിൻ്റെയൊക്കെ ഒരു കാലത്ത് എത്ര വലിയ വിലയുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു നാട്ടിലൊരു സംശയം ഉണ്ടായാൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി തീർന്നിട്ടില്ല, അങ്ങനെയല്ല സാർ, അത് തുടങ്ങിയ സമയത്ത് വെച്ചിട്ട് അറിയാം. ആ സംശയങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ആദ്യം വരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ അടുത്താണ്. അന്ന് ഈ ഗൂഗിളൊന്നും ഇല്ല. അയാൾ റെഫർ ചെയ്ത് പഠിച്ച് പുസ്തകം വായിച്ച് അങ്ങനെ അറിവുകൾ നേടിയതാണ്. പക്ഷേ ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഒരു ക്യാമറയുണ്ട്, അല്ലെങ്കിൽ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അയാൾ മാധ്യമപ്രവർത്തകനാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഒരു കാരണമാണ്. സാർ എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിലയിരുത്തുക? ഇത് ഈ ജിമ്മി ജെയിംസ് ഒരു വിവരവും ബോധമില്ലാത്ത ഒരാളാണ്. അത് നമ്മൾ മുമ്പും ഇയാളെ പറ്റി, ഇയാൾ എന്തോ ഒരു മണ്ടത്തരം, ചരിത്രപരമായ എന്തോ ഒരു മണ്ടത്തരം പറഞ്ഞപ്പോൾ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഈ സാധാരണ ജൂനിയറായ ആളുകളെ പറ്റിയൊന്നും ഇത് പറയുന്നതല്ല. ഇയാളും അത്, ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ ആളും അതെ, ഒരു വിവരവും ബോധമില്ലാത്ത ഒരാളാണ്. അരുൺകുമാർ മുമ്പ് ഒരു ചാനലിൽ ജോലി ചെയ്യുന്ന കാലത്ത് അവർ ഈ ചാനൽ ജോലിക്കാരെല്ലാവരും കൂടി ഓണത്തിന് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ഈ PP ജെയിംസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചാനലിലായിരുന്നു അന്ന് ഈ അരുൺകുമാർ ജോലി ചെയ്തിരുന്ന. അന്ന് ഈ അരുൺകുമാർ പറയുകയാണ്, ആ ഓണപരിപാടിയുടെ ടിപ്പു സുൽത്താൻ കേരളത്തിൽ വന്നിട്ടേ ഇല്ലെന്ന്. ടിപ്പുവിന്റെ പടയോട്ടമൊക്കെ എന്തൊക്കെ ഉള്ളതാണല്ലേ. അപ്പൊ ഇങ്ങനെ ഈ ഒന്നും വായിച്ചിട്ടില്ല എന്നുള്ളത് ഇരിക്കട്ടെ, യാതൊന്നും വായിച്ചിട്ടില്ല എന്നുള്ളത് ഇവര് ഈ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ആ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരാമല്ലോ. ഇപ്പൊ ബിഗ് TVയിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ച ഇതുപോലെ തന്നെ. കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് അറിയാവുന്ന മണ്ടത്തരം ഉണ്ടല്ലോ, ഈ മണ്ടത്തരത്തിന്റെ ഈ കലപില എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് ഇവര്. അതിൻ്റെ അകത്ത് 3-4 സ്ത്രീകളും എല്ലാം കൂടി ഉണ്ട്, രണ്ടോ ആണുങ്ങൾ കുറവാണ്. ഇവരെല്ലാവരും കൂടി ഭയങ്കരമായിട്ട് കലപില എന്ന് പറയാണ്. അതായത് നമ്മൾ മാധ്യമപ്രവർത്തനമൊക്കെ നടത്തുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് വായനക്കാരെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വിവരങ്ങൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് കൗതുകങ്ങൾ ഉണ്ടല്ലോ, കൗതുകങ്ങൾ ജനിപ്പിക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ വാർത്തകളിൽ പെടും. വാർത്തകൾക്ക് ഒരുപാട് നിർവചനങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വനിതാ ബില്ലിൻ്റെ സമയത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മൾ ആ സമയത്ത് ഈ മനോരമയെ പറ്റി പറഞ്ഞിരുന്നു. മനോരമ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന്. മനോരമ എന്നിട്ട് NS മാധവനെ രംഗത്തിറക്കി കഴിഞ്ഞ ദിവസം. എന്നിട്ട് NS മാധവൻ ലേഖനത്തിൽ പറയുകയാണ്, 50% കൂട്ടെന്നുള്ളതേ അമിത്ഷാ ഒരു ബില്ലായിട്ട് കൊണ്ടുവന്നിട്ട് ഇനി അത് കോൺഗ്രസ് പാസ്സാക്കുന്നതാണ് ആകെയുള്ള പരിഹാര മാർഗം. അപ്പം പറ്റിപ്പോയി തെറ്റ്, ഇനി അതിനെ തിരുത്താനായിട്ട് വേറെ തന്ത്രങ്ങൾ പ്രയോഗിക്കും. അപ്പം മലയാള മനോരമയുടെ ഈ വിവരവും ബോധമില്ലാത്ത ജോമി തോമസ് എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിൽ നിന്നൊക്കെ എഴുതുന്ന ആളുകളൊക്കെ എന്തായി അല്ലേ? അവര് മര്യാദക്ക് എഴുതിയപ്പോഴായിരുന്നോ ശരി ഈ 50% എന്ന് പറഞ്ഞ്? ഈ 50%ന്റെ കഥ ഞാൻ സിനിജിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ആ ബില്ലില്ലെങ്കിലും ആ ബില്ലിൽ അനുബന്ധമായിട്ട് വരുന്ന ഷെഡ്യൂളിൽ, ഭരണഘടനയുടെ ഇത്ര ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആ ഷെഡ്യൂളിൽ ആണ് ഉൾപ്പെടുത്തുക എന്നുള്ള ധാരണ നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ 50% എന്നുള്ളത് അവിടെ മറ്റേ മേഘ്വാളും
അമിത്ഷായൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ. അതെ, അവരെന്നിട്ട് പറഞ്ഞു 1 മണിക്കൂർ സമയം കഴിഞ്ഞാൽ നമുക്ക് അത് അങ്ങനെ മാറ്റി എഴുതാന്ന് വരെ പറഞ്ഞു. അതെ അതെ, കമ്മിറ്റ്മെന്റ് അല്ലേ അത് അപ്പൊ തന്നെ നടന്നേനല്ലോ. മനോരമ NS മാധവനെ കൊണ്ട് എഴുതിക്കേണ്ട കാര്യമൊന്നുമില്ല. മാധവനേക്കാൾ ബോധം ബുദ്ധിയൊക്കെ അവർക്ക് അവിടെയുള്ള ആളുകൾക്കുണ്ട്. അവരതൊക്കെ ചെയ്തോളും. അപ്പൊ ഇയാളുടെ പ്രശ്നം, ജിമ്മി ജെയിംസിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണല്ലോ. അപ്പൊ ഈ ചെല്ലുന്നിടത്തെ നിറം മാറുന്നൊരു ജീവിയുണ്ട്, അതാണ് ഓന്ത്. അപ്പൊ ചെല്ലുന്നിടത്തൊക്കെ അവിടുത്തെ ആ അന്തരീക്ഷത്തിന്റെ നിറം അതിൽ നിൽക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം ജിഹാദി ആണ്. അപ്പോൾ ജിഹാദിയായിട്ട് ഈ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നരേന്ദ്രമോദിയെ എന്തോ കാര്യം പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മറ്റേ രാഷ്ട്രത്തിനോട് നടത്തിയ പ്രസംഗം, അപ്പൊ ആദ്യം ഭ്രൂണഹത്യ എന്നൊക്കെ പറഞ്ഞിരുന്നില്ല. ആദ്യം പറഞ്ഞത് എങ്ങനെയാണ്, പെട്ടെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് കരുതിയപ്പം ഞാൻ വിചാരിച്ച് മേരെ ദേശവാസിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷൻ നിർത്തലാക്കാൻ പോവാണെന്ന് പറയുമെന്ന്. അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? ഒരു മാധ്യമ പ്രവർത്തകനല്ലേ, ഇലക്ഷൻ അങ്ങനെ നിർത്തലാക്കാൻ പറ്റുമോ? ഇനി അതല്ല, ആ പറയുമ്പോൾ ഡിമോണിറ്റൈസേഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയാണെന്ന് അയാളാണോ പറഞ്ഞത്? അതെ, അങ്ങനെ വല്ലതുമായിരിക്കും വിചാരിച്ചു എന്നൊക്കെ. അതെ, അപ്പൊ ഈ ചാണകത്തലയിൽ നിന്ന് എന്താണ് വരുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഏതെങ്കിലും മീഡിയയിൽ ഇത്തരം ഒരു പരാമർശം നടത്തിയാൽ പിറ്റേ ദിവസം അയാൾ ജയിലിലായിരിക്കില്ലേ? അയാളുടെ വീട്ടിലേക്ക് ഈ അയാളെ രക്ഷിക്കാൻ ഒരു മാധ്യമപ്രവർത്തകർ വരില്ല. ആ പാർട്ടിക്കാരുൾപ്പെടെ പോലീസ് ഉൾപ്പെടെ നടപടിയുമായിട്ട് ചെല്ലും. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫാസിസ്റ്റാണ്, എന്നിട്ടും ആ പ്രധാനമന്ത്രി ഫാഷിസം കാണിക്കാത്തതല്ലേ ഇവിടുത്തെ പ്രശ്നം? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ജിമ്മി ജെയിംസിന്റെ കർത്താവില്ലേ, കർത്താവായ യേശു എവിടെ ജനിച്ചേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതെ, തൊഴുത്തിലാ ജനിച്ചത്, പുൽക്കൂട്ടിൽ. അല്ലേ? പുൽക്കൂട്ട്. അല്ല, ഇത് പറഞ്ഞ ഇതൊക്കെ അങ്ങനെയാണല്ലോ. അതെ. അപ്പോ ഈ ചാണകമൊക്കെ ആയിട്ട് നല്ല പരിചയം, മോദിയേക്കാൾ കൂടുതൽ പരിചയമുള്ള ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ടെന്നേ. ആദ്യമേ തന്നെ ആ പുൽക്കൂട്ടിലും മറ്റേ തൊഴുത്തിലും ഒക്കെ ആയിട്ട് ഇല്ലേ? അതെ. തൊഴുത്തൊക്കെ ശരിക്കും നോക്കുകയാണെങ്കിൽ അതിന്റെ പൈതൃകമൊക്കെ പേർന്ന് ജിമ്മി ജെയിംസും കൂട്ടരുമാണ്. അല്ലാതെ ഈ നാഗരികതയുടെ പിള്ളത്തൊട്ടിൽ ഇന്ത്യ ആണെന്ന് മാക്സ് മുള്ളർ പറഞ്ഞിട്ടുണ്ടല്ലോ, സംസ്കൃതിയുടെ ഒക്കെ. അപ്പോൾ അതിനെയാണല്ലോ ഈ അപഹസിക്കുന്നത് ചാണകം എന്ന് പറഞ്ഞിട്ട്. അതെ, മറ്റേ ഈജിപ്തിലും ആ ഭാഗത്തും ഒക്കെ തൊഴുത്തുകൾ ഉണ്ടായിരുന്നു, അതോർക്കണം ജിമ്മി. അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ സാറേ, ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിൽ പോലീസ് വരുമെന്ന് പറയുന്ന പോലെ 140 കോടി ജനങ്ങളുടെ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു അധിക്ഷേപം നടത്തിയിട്ട് ആ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന പാർട്ടിയുടെ കേരളത്തിലെ ഘടകമെങ്കിലും പ്രതിഷേധിക്കേണ്ടതായിരുന്നു. ഇത് ചെയ്തത് ശരിയല്ലായിരുന്നു. അത് ചാണകം ഉള്ളത് ജിമ്മിയുടെ തലയിലാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിരുന്നു. വേണമെങ്കിൽ ശസ്ത്രക്രിയ ഞങ്ങൾ സൗജന്യമായിട്ട് ചെയ്തു തരാവുന്നതാണ് എന്നൊക്കെ പറയാമായിരുന്നു, ഇല്ലേ? അതെ, അതാണ് എനിക്കും മനസ്സിലാകാത്തത്. അവർ പ്രതിഷേധിക്കേണ്ടതായിരുന്നു. അവർ പക്ഷെ വികസിത് കേരളം എന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്, വേറെ ഒന്നിനും ശ്രദ്ധിക്കില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ വികസിത് കേരളം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത്. ഇയാൾ പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു കോമൺ സെൻസ് ഇയാൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഈ ജിമ്മിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, മോദി രാഷ്ട്രത്തോട് പ്രസംഗിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും എന്ന് കോമൺ സെൻസ് ഉള്ള, വിദ്യാഭ്യാസം വിവരമില്ലാത്ത ആളുകൾക്ക് ഈ സംഗതി അറിയാമല്ലോ. കാരണം അതല്ലേ ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്നിരിക്കുന്നത്. അതെ, 3 ദിവസത്തെ ചർച്ച വിളിച്ചതല്ലേ. രാഷ്ട്രീയം തന്നെയാണെന്നേ, ബംഗാളിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ സമ്മേളനം ചേർന്നിരിക്കുന്നതെന്ന് വിചാരിച്ചോ? എന്നാലും ആ കാര്യമല്ലേ പ്രധാനമന്ത്രി പറയുക. അതല്ലാതെ എന്താണ് പുതുതായിട്ടുള്ളത്? ഇലക്ഷൻ കാലത്ത് അഭിസംബോധന ചെയ്യുന്നത് ഇലക്ഷനിൽ പ്രതിഫലിക്കുന്ന ഒരു വിഷയം. അത് ഈ വനിതാ സംവരണ ബില്ലിൽ ജയിച്ചു നിൽക്കുകയാണെന്നേ, തോറ്റു നിൽക്കുകയല്ല BJP. അപ്പോൾ ജയിച്ചു നിൽക്കുന്നത് കൊണ്ട് അത് സ്ത്രീകളോട് മൊത്തം അവരുടെ ഭാഷയിൽ, അല്ലേ, ഹിന്ദിയിൽ സംസാരിക്കുന്നവരിലെ കൂടുതൽ ആളുകൾ, ആ ഭാഷയിൽ അവരോട് അദ്ദേഹം ആശയവിനിമയം നടത്തുന്നു. അതല്ലാതെ വേറെ ഒന്നും മോദി പറയുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അതാണ്. മാത്രമല്ല സാർ, ഇപ്പം ഇന്നത്തെ കാലത്തെ മാധ്യമപ്രവർത്തകരുടെ ഒരു ഇതുകൂടെ സാറ് ചിന്തിച്ചു നോക്കണം. കാരണം ഇവർ റിപ്പോർട്ടേഴ്സ് കൊടുക്കുന്ന സാധനത്തിനനുസരിച്ചല്ല ഈ ഡെസ്കിൽ നിന്ന് എന്ത്
ഔട്ട്പുട്ട് അങ്ങോട്ടേക്ക് നൽകുന്നു, അതിനനുസരിച്ച് വാർത്തകൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ദിവസം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ വെടിമരുന്ന് ശാലയിൽ മാധ്യമപ്രവർത്തകരെല്ലാം കൂടെ സന്ദർശിച്ചു. ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് ധാരാളമുണ്ട്, ബാറ്ററി ഉണ്ട്, മൈക്കുണ്ട്, ഒരുപാട് ഹീറ്റ് ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ സുരക്ഷിതയുള്ള ഒരു മേഖലയിലേക്ക് മാധ്യമപ്രവർത്തകർ, ദൃശ്യമാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ കൂട്ടമായി ചെല്ലുമ്പോൾ ഒരു അപകട സാധ്യതയൊക്കെ ഉണ്ടാകാം. അതിനുശേഷം അവിടെ വലിയ പൊട്ടിത്തെറിയൊക്കെ നടന്നു. ഇത് അതുകൊണ്ടാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇവിടെ എങ്ങനെ പെരുമാറണം, ഏത് പെരുമാറണമെന്ന് പോലും ഔചിത്യബോധമില്ലാത്ത കുറേ ആളുകൾ മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ ശരിക്കും റേറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്ന മോശം പ്രവണതയായിട്ടത് മാറുന്നില്ലേ? അത് ഈ നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകർ അവരെ അവിടെ ചെന്നതിനെ പറ്റിയൊക്കെ വലിയ സംശയങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത് ഈ പഹൽഗാം വാർഷികമല്ലേ, പഹൽഗാം വാർഷികത്തിന്റെ തലേന്നാണ് ഈ അപകടം അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനും തലേന്നാണ് മറ്റേ റിഫൈനറി അപകടം 80,000 കോടി രൂപയുടെ. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളും ഒക്കെ ഉണ്ട്. ഇതങ്ങനെ ആക്സിഡന്റൽ ആയിരുന്നോ ഈ വെടിക്കെട്ട്? നേരത്തെ എന്തിനു മാധ്യമപ്രവർത്തകർ പോയി? അത് നേരത്തെ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുണ്ട്, ഈ 11 മണിക്ക് ശേഷം ഈ വെടിക്കോപ്പുകൾ അത് ഉണക്കാനിടരുത്, അത് അപകടമാണെന്ന്. രാവിലെ 11 മണിക്ക് മുമ്പ് അത്രയുമേ ഉണക്കാനിടാവൂ, അത് കഴിഞ്ഞ് അത് മാറ്റിയിടണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നേരത്തെ കൊണ്ടുപോയി ഈ സംഭവ സ്ഥലത്ത് നേരത്തെ മാധ്യമപ്രവർത്തകരെ എന്തിനു കൊണ്ടുപോയി എന്നൊക്കെ ഉള്ളത്, അതിനെപ്പറ്റി സംശയമുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. മറ്റേ സിനുജി പറഞ്ഞു വന്നത് മറ്റേ ഡെസ്കിൽ നിന്ന് കൊടുക്കുന്ന ഒരു നിർദ്ദേശം അനുസരിച്ച് വാർത്തകളെ ആ രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നു. ഡെസ്ക്കാണ് പിന്നെ ചർച്ച ചെയ്യുന്നത്. അതായത് ഇപ്പം ഈ റിപ്പോർട്ടിംഗ് അല്ല, ആങ്കറിംഗ് ആണ് പ്രധാനമായിട്ടും വിഷ്വൽ മീഡിയ വരുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ റേറ്റിംഗ് വർദ്ധിപ്പിക്കുക. ഇപ്പൊ റേറ്റിംഗ് ഒക്കെ നോക്കുന്നില്ല, ഇലക്ഷൻ കാലമൊക്കെ. റേറ്റിംഗ് വർദ്ധിപ്പിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തർക്കിക്കുക, തന്തയ്ക്കും തിളക്കും വിളിക്കുക എന്നുള്ള അല്ലേ ഉദ്ദേശിക്കുന്നത്? 4-5 പേര് ചർച്ച ചെയ്തിട്ട്. അതെ, അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മളൊരു ഓഫീസിന്റെ അകത്ത് ആ മുകളിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ ഓരോരുത്തർക്കും, അതെ, ആ മുകളിൽ നിൽക്കുന്ന ആളുകളുടെ മെക്കിട്ട് കയറാൻ സമ്മതിക്കില്ലല്ലോ. ഇല്ല. അത് നല്ല മറ്റേ പെരുമാറ്റ മര്യാദയിൽ പെടില്ല. ഇത് ആ മേധാവിയെയും ഒക്കെ ചീത്ത വിളിക്കുന്നതൊക്കെ കാണാം അല്ലേ? അതെ, ഈ ചെറിയ ആളുകളും ജൂനിയർ ആയിട്ടുള്ള ആളുകളും ഒക്കെ. അതെ, ഇതൊരു അധമ സംസ്കാരം ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സാർ ഈ മാധ്യമ പ്രവർത്തകരെ പിന്നീട് മാപ്ര എന്ന രീതിയിലേക്ക് അതൊക്കെ വന്നല്ലോ. കാരണം ഇവർക്ക് ഒന്നാമത് ഒന്നിനെ പറ്റി ഒരു ബോധവും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഏപ്രിൽ 16 വനിതാ ബില്ല് പാസ്സാക്കുന്നുണ്ടെങ്കിൽ ഇത് 2023 പാസ്സായതാണ് എന്നൊക്കെയുള്ള ധാരണ ഒക്കെ വേണ്ടേ? അതെ. അപ്പോ ലക്ഷ്മി പത്മ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ചോദിക്കുകയാണേ, 2023 പാസ്സാക്കി കഴിഞ്ഞ വനിതാ ബില്ല് എന്തുകൊണ്ട് മോദി ഇതുവരെ നടപ്പാക്കിയില്ല? അതല്ലേ അയാളുടെ കുഴപ്പമെന്ന് വല്ല വിവരമുണ്ടോ? ഈ സ്ത്രീ പറയുന്നത് ആരോ എടുത്തിട്ടിരുന്നു, അതിലെ 3-4 വരി ഞാൻ കേട്ടതായത്. 2023 അവതരിപ്പിച്ച ആ ബില്ലിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് അടുത്ത സെൻസസ് അനുസരിച്ചിട്ടാണ് ഇത് നടപ്പാക്കുക എന്നുള്ളത്. ഇല്ലേ? സെൻസസ് കഴിഞ്ഞിട്ട് എന്നുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെയല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭേദഗതിയല്ലേ ഇപ്പൊ നടപ്പാക്കാൻ നോക്കിയത്. അപ്പൊ അറ്റവും മൂറിയും കേട്ടിട്ട് അതിനെ അങ്ങ് ചർച്ച ചെയ്തിട്ട് ഇതെന്തോ വലിയ സംഭവം. പക്ഷെ അന്നേരം ഈ മാധ്യമപ്രവർത്തകരുടെ അജ്ഞത ഈ പ്രേക്ഷകരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളുടെ മുമ്പിലടക്കം തുറന്നു കാട്ടപ്പെടുക. വിദ്യാർത്ഥികളുടെ മുമ്പിൽ പോട്ടെ, ഇവർക്ക് ഈ അച്ഛനമ്മ എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടാവില്ലേ? സ്രഷ്ടാക്കളുടെ മുമ്പിലെങ്കിലും നാറാതിരുന്നുകൂടെ ഇവർക്ക്? ഈ ജിമ്മി ജെയിംസിനോട് അല്ലേ, ജിമ്മി ജെയിംസ് എന്നല്ലേ, ആ ജെയിംസ് എന്ന് പറയുന്ന അപ്പനായിരിക്കുമല്ലോ, അയാളുടെ മുമ്പിലെങ്കിലും നാറാതിരിക്കുക ജിമ്മി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.